മുൻപ് ഇപ്പോൾ രാഷ്ട്രപതി പാർലമെന്റിലേക്ക് എത്തുകയാണ്. പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിന് മുന്നോടിയായി നാളെയാണ് ഇടക്കാല ബജറ്റ്. ഇന്ന് പാർലമെന്റ് അവസാന സമ്മേളനം നടക്കുകയാണ്. ഇപ്പോൾ രാഷ്ട്രപതി പാർലമെന്റിലേക്ക് എത്തുകയാണ്. പ്രധാനമന്ത്രി നേരത്തെ എത്തിയിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിനായി രാഷ്ട്രപതി പാർലമെന്റിലേക്ക് എത്തുന്നു. പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം കൂടിയാണ് നടക്കാൻ പോകുന്നത്. നേരത്തെ പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം എതിർ ശബ്ദങ്ങൾ ഉയരണം എന്നുൾപ്പെടെയുള്ള ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ സമ്പൂർണ്ണ ബജറ്റ് പുതിയ സർക്കാർ അധികാരമേറ്റതിനു ശേഷം തെരഞ്ഞെടുപ്പ് നടന്ന് അടുത്ത സർക്കാർ വന്നതിന് ശേഷമായിരിക്കും എന്നുള്ള കാര്യവും പ്രധാനമന്ത്രി സൂചിപ്പിച്ചിരുന്നു. राष्ट्रपति भवन से आगे रायसेना हिल्स की तरफ बढ़ता हुआ राष्ट्रपति द्रौपदी मुर्मू का ये काफिला, जिसमें आगे चल रहे हैं രാഷ്ട്രപതി ഭവനിൽ നിന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇതാ പാർലമെന്റിലേക്ക് പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. तत्समय वो सवार हैं और साथ ही साथ उनके घुड़सवार अंगरक्षक, जिन्होंने पहले राष्ट्रीय सल्यूट उनको दिया और अब आगे बढ़ता हुआ उनका कारवा। बिल्कुल, ये निश्चित तौर से ऐतिहासिक पल है जब राष्ट्रपति का कारवा इस समय बढ़ रहा है धीरे धीरे संसद भवन परिसर की ओर। ये वो नई संसद भवन परिसर की ओर बढ़ता हुआ काफिला है जो गवाह बन रहा है हमारे उन ऐतिहासिक पलों का, जिसमें പി ബസന്ത് കൂടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ബസന്ത്, രാഷ്ട്രപതി പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ നിന്ന് വിവരങ്ങൾ. രാഷ്ട്രപതി അല്പസമയത്തിനകം തന്നെ പാർലമെൻറ്റ് മന്ദിരത്തിൽ എത്തും. നേരത്തെ ആയിരുന്നെങ്കിൽ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിലായിരുന്നു രാഷ്ട്രപതിയുടെ അഭിസംബോധന സാധാരണ നടക്കാറുണ്ടായിരുന്നത്. പക്ഷേ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ലോക്സഭാ ചേംബറിലാണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ പ്രസംഗം ഉണ്ടാകുക. ഇരു സഭകളുടെയും അംഗങ്ങൾ ലോക്സഭയിലെ ചേംബറിൽ ഒത്തുചേർന്നിട്ട് അവിടെയായിരിക്കും രാഷ്ട്രപതി പുതിയ മന്ദിരത്തിൽ പ്രസംഗിക്കുക. ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അവിടെ പ്രധാന കവാടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതായത് സഭാ നേതാവ് കൂടിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ, അതോടൊപ്പം തന്നെ രാജ്യസഭാ അധ്യക്ഷനും ഉപരാഷ്ട്രപതിയുമായ ജഗദീപ് ധൻഖർ എന്നിവർ ചേർന്നാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ച ശേഷം നേരെ ചേംബറിനുള്ളിലേക്ക് പോവുകയും അവിടെ ഏകദേശം അരമണിക്കൂറോളം നീളുന്ന തൻ്റെ പ്രസംഗം രാഷ്ട്രപതി നടത്തുകയുമാണ് പതിവ്. ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള പരിഭാഷ ഉപരാഷ്ട്രപതിയാണ് സാധാരണ വായിക്കാറുള്ളത്. ഏതായാലും നരേന്ദ്രമോദിയുടെ രണ്ടാം സർക്കാരിൻ്റെ അവസാനത്തെ സമ്മേളനമാണ് ഇന്ന് ആരംഭിക്കുന്നത്. നാളെ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കും. അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നില്ല എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. സമ്പൂർണ്ണ ബജറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം അവതരിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നാരീശക്തി വിളിച്ചോതുന്ന, സ്ത്രീകളുടെ ശക്തി വിളിച്ചോതുന്ന ഒരു ബജറ്റായിരിക്കും എന്നുള്ളൊരു സൂചന അദ്ദേഹം അല്പസമയം മുമ്പ്